അടുത്ത വട്ടം ഡാമറിന്റെ അച്ഛൻ അവനെ കാണാൻ വരുമ്പോൾ ഡാമറിനെ ബാപ്റ്റൈസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയും. അങ്ങനെ ഡാമറിനെ ബാപ്റ്റൈസ് ചെയ്യുന്ന ദിവസം വന്നെത്തി. അതേ ദിവസമാണ് ജോൺ വെയിൻ ഗേസിയുടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു കൊലപാതകി മരണപ്പെടുന്നു, ജോൺ. മറ്റൊരിടത്ത് ഡാമർ ബാപ്റ്റൈസ് ചെയ്യപ്പെടുന്നു. ഇതിനെല്ലാം കോയിൻസിഡൻസ് ആയിട്ട് അന്ന് ഒരു സൂര്യഗ്രഹണവുമായിരുന്നു. സീരീസിൽ ജോൺ ഗേസി വളരെ സ്മൂത്തായി മരിക്കുന്നതായാണ് കാണിക്കുന്നത്. എന്നാൽ നോർമൽ ലീത്തൽ ഇഞ്ചക്ഷൻ എക്സിക്യൂഷൻ എടുക്കുന്ന സമയത്തേക്കാൾ 4 ഇരട്ടി സമയമെടുത്താണ് ജോൺ ഗേസി മരണപ്പെടുന്നത്. അവസാന നിമിഷത്തിൽ അവന്റെ വിക്ടിംസ് അനുഭവിച്ച അതേ അവസ്ഥ അവനും അനുഭവിച്ചിട്ടുണ്ടാവാം എന്ന് ആഗ്രഹിക്കാം. അതിനുശേഷം അങ്ങോട്ട് ഡാമർ പ്രാർത്ഥനയും ബൈബിളും ഒക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. ഒരു ദിവസം ഡാമറും ജെസ്സി ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു കുറ്റവാളിയും കൂടി വർക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കാർബറും അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഗാർഡ് അവിടെ നിന്ന് മാറിയ സമയം നോക്കി സ്കാർബർ ജെസ്സിയെ കൊല്ലും. ഈ ജെസ്സി ജയിലിൽ വന്നത് അവന്റെ വൈഫിനെ കുത്തിക്കൊന്നതിനായിരുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുന്ന ഡാമറിനടുത്തേക്ക് സ്കാർബർ വരും. എന്നിട്ട് ഡാമറിനോട് പറയും, നീ അവനേക്കാൾ വലിയ പാപമാണ് ചെയ്തത്, നിന്നെ ശിക്ഷിക്കാനാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നതെന്ന്.